സിബിൻ കാണിച്ച ആ ഒരു മോശം ആക്ട്, ആ ഒരു ആക്ടിനെ തുടർന്ന് നമ്മുടെ സായി ഗെയിം കളിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അതായത് ഇത് നീ ശരിയായല്ല, നിനക്കിത് പുറത്ത് നെഗറ്റീവ് ആകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സിബിനെ. സിബിന് ഇത് കേട്ടിട്ട് ആകെ കൺട്രോൾ പോയിട്ട് പറയും നീ ഒന്ന് മിണ്ടാതിരിക്കുകയെന്ന് പറയുന്നത്. കാര്യം സിബിന് സായിക്കെതിരെ ഗെയിം കളിക്കാൻ സമയമായിട്ടില്ല, ഇപ്പോഴേ ഗെയിം കളിച്ചാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം പിടിച്ചിരിക്കുകയാണ്. ഇത് നല്ലതുപോലെ സായി മുതലെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരിക്കലും മുതലെടുപ്പെന്ന് പറയാൻ കഴിയില്ല. സായിക്ക് സിബിനോടും ഗെയിം കളിക്കാം, സിബിന് സായിയോടും കളിക്കാം. ഇവിടെ ബിഗ് ബോസ് ഹൗസാണല്ലേ, അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഗെയിം കളിക്കണം. പക്ഷേ ഈ സമയത്ത് സായി കയറി സ്കോർ അടിക്കാൻ ശ്രമിക്കുമെന്ന് സിബിൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അങ്ങനെ സിബിൻ ഇതൊക്കെ പറഞ്ഞ ശേഷം സായി അവിടെ നിന്ന് റൂമിലേക്ക് പോവുക, അവിടെ ചെന്ന് നോറയൊക്കെ ആയിട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിൻഡോ കാക്ക അവിടെ നിന്ന് ഇതെല്ലാം കേട്ടും വെച്ച് വന്ന് സിബിനോട് പറയുന്നുണ്ട്, എല്ലാവരും പണി തുടങ്ങി കേട്ടോ, നിനക്കിട്ട് പണിയുന്നുണ്ട് കേട്ടോ, അവിടെ അവർ ഗ്രൂപ്പ് ആക്കുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ സിബിൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, അവ പറയുന്ന കുത്താൻ തുടങ്ങിയത് മനസ്സിലായി, പക്ഷേ അവ ഇപ്പം ഗെയിം കളിക്കില്ല, അവ കളിക്കും എനിക്കെതിരെ, പക്ഷെ ഇപ്പം കളിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാര്യം ഇവനിപ്പോൾ എല്ലാവരും കൂട്ടി വെക്കുകയാണ്, അവൻ്റെ സൈഡിലേക്ക് എല്ലാവരും കൂട്ടി വെക്കുകയാണെന്ന്. സിബിൻ ചെയ്യുന്നത് അത് തന്നെയാണ്. സിബിൻ്റെ സൈഡിലേക്ക് എല്ലാവരും കൂട്ടി വെക്കുകയാണ്. എന്നിട്ട് ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് ഇപ്പം ഗബ്രിയെയും ജാസ്മിനെയും തന്നെയാണ്. ആരെയും വേറെ ആരുടെ ഗെയിം കളിക്കുന്നില്ല. എന്നിട്ട് ജാസ്മിനെയും ഗബ്രിയെയും പുറത്താക്കിയിട്ട് ഗെയിം കളിക്കാം എന്ന് തന്നെയാണ് സായും സിബിനും ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അത് തന്നെ ഇപ്പം സായും ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം സിബിൻ ചെയ്യുമ്പം അടിപൊളിയും സായി ചെയ്യുമ്പം അത് പിറകുന്ന കുത്താവുന്നത് ശരിയല്ലല്ലോ. രണ്ടുപേരും ഗെയിം കളിക്കാൻ വന്നവരാണ് അല്ലേ. ഇപ്പം എന്തായാലും ഈ ഒരു അവസരം സായി മുതലെടുത്ത് ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിമിൻ്റെ ഇറങ്ങത്തെ ഒന്നുമില്ല, അവർ അടിക്കൂടെ പണി കൊടുക്കാൻ മാത്രമേ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നോറയും അഭിഷേകിന്മാർ രണ്ടുപേരെയൊക്കെ ഇളക്കിയൊക്കെ വിടുന്നുണ്ട് സായി. ഇനി അതെന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ വന്ന് ജിൻഡ പറയുന്നുണ്ട് ലാഭം പണി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം എന്തായാലും ഇവരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കരട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അറിയത്തില്ല. എന്തെങ്കിലും ഒരു തീപ്പൊരി വീണാൽ മതി ഇതൊക്കെ ആൾ കത്താനായിട്ട്. നമുക്ക് നോക്കാം പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.